ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കണ്ട് ഏറ്റവും കൂടുതൽ ആകുലതപ്പെടുന്നത് അല്ലെങ്കിൽ വ്യാകുലപ്പെടുന്നത് ആരാണെന്നറിയാമോ? അത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ BJP സ്ഥാനാർത്ഥികളെ തിരഞ്ഞു പിടിച്ചാക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കേരളത്തിൽ BJP വിജയിക്കും എന്നുറപ്പുള്ള പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം CPM രഹസ്യ സ്ക്വാഡുകളെ BJPയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. എന്നാൽ ആ സ്ക്വാഡുകളിൽ മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് BJP ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്രകളുടെ ഈ തള്ള് അതിവേഗം പൊളിഞ്ഞുപോയി എന്ന് വേണം പറയാനായി. BJP കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് സ്ഥാനാർത്ഥികളെ നിർത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ BJP തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ചില മാധ്യമങ്ങൾ BJPക്ക് സംസ്ഥാനത്ത് 8000 ഇടത്ത് സ്ഥാനാർത്ഥിയില്ല എന്ന വാർത്തയാണ് പ്രധാനമായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സകല സൈബർ ഹാൻഡിലുകളിലും, അതായത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ ഹാൻഡിലുകളിൽ കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പരക്കുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, റെക്കോർഡ് നേട്ടമാണ് BJP എന്ന് പറയുന്ന പാർട്ടി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൈവരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പാർട്ടി ചിഹ്നത്തിൽ, ഒന്നുകൂടെ പറയാം, പാർട്ടി ചിഹ്നത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു പാർട്ടി കൂടെയായി മാറിയിരിക്കുകയാണ് BJP എന്നുള്ളൊരു നേട്ടവും BJP കൈവരിച്ചിട്ടുണ്ട്. ഒരേ ഒരു പാർട്ടിയും, അതായത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ പാർട്ടി ചിഹ്നത്തിൽ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടിയും BJP ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. NDA ആകട്ടെ കേരളത്തിൽ 91% സ്ഥാനാർത്ഥികളെയും അണിനിരത്തി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. ഇത് കേരള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ചരിത്ര നീക്കം എന്നു തന്നെ നമുക്ക് പ്രധാനമായും വിശേഷിപ്പിക്കാനായി സാധിക്കും. സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ വിവരങ്ങൾ സംസ്ഥാന BJP ഒരു മാധ്യമങ്ങൾക്കും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു മാധ്യമങ്ങൾക്കും സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങൾ നൽകാത്ത ഈ സാഹചര്യത്തിൽ കേരള മാധ്യമങ്ങൾ എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത കൊണ്ടുവന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചർച്ചയാക്കേണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് മനക്കണക്കുമായി മാധ്യമങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നത്. സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാത്ത സാഹചര്യത്തിൽ മനക്കണക്കുമായി രംഗപ്രവേശനം ചെയ്ത മാധ്യമങ്ങളാണ് BJPയെ നിലവിൽ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുന്ന തീയതിക്ക് മുൻപേ സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവരുടെ എണ്ണം പറഞ്ഞുള്ള വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് ലക്ഷ്യം എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവ് മാത്രമേ ഉള്ളൂ: കുത്തിത്തിരിപ്പ് എന്നുള്ള ഉത്തരം. പോരാത്തതിന് BJP നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയതോടുകൂടി മരം മുറിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല മാധ്യമപ്രവർത്തനം എന്നുകൂടെ മാധ്യമപ്രവർത്തകർ അഥവാ CPMകാർ മാപ്രകൾ എന്ന് വിളിക്കുന്ന ഇവർ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പൊതുജനങ്ങളടക്കം പറയുന്നത്. പോരാത്തതിന് സത്യസന്ധമായ വാർത്തകൾ നൽകുക എന്നത് കൃത്യമായി ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ്. എന്നാൽ ഈ കടമ മരം മുറിക്കുന്നത് പോലെ അത്ര എളുപ്പമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പിഴവ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമത്തിന് സംഭവിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റത്തിന് തടയിടാൻ പ്രത്യക്ഷമായി തന്നെ മാധ്യമങ്ങളും കളത്തിലിറങ്ങി എന്ന് പ്രധാനമായും നമുക്ക് പറയേണ്ടി വരും. ഇതിൽ നിന്ന് തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സ്ഥലത്താണ്, ഏതൊക്കെ വാർഡുകളിലാണ്, നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ജയിക്കാൻ സാധ്യതയുള്ളത്, അവിടെയെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കുകയാണ്. ഏറ്റവും മികച്ച ഉദാഹരണം സുരേഷ് ഗോപി തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് കൃത്യമായി അറിവ് കിട്ടിയ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടാനായി തുടങ്ങി. സുരേഷ് ഗോപിക്കെതിരെ പീഡനക്കേസ്, സുരേഷ് ഗോപി കൊടുത്ത സ്വർണ്ണ കിരീടം ചെമ്പാണ് എന്ന് വരുത്തി തീർക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള പല ഗിമിക്കുകളും ഇറക്കി നോക്കി. ഒന്നും തന്നെ ഫലിക്കില്ല എന്ന് കണ്ടതോടുകൂടിയാണ് സുരേഷ് ഗോപിക്ക് നേരെ ബോഡി ഷെയ്മിങ്ങും സുരേഷ് ഗോപിക്ക് നേരെ സവർണ അവർണ
സുവർണ യുദ്ധത്തിൻ്റെ ആ ഒരു ആംഗിളും എടുത്ത് ഇവിടെയുള്ള മാധ്യമങ്ങൾ വീശിയത്. എന്നാൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് ഇവിടെയുള്ള മാധ്യമങ്ങൾ ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ ഗതി തന്നെയായിരിക്കും BJPയുടെ ഓരോ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കും അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ നേരെയും മാധ്യമപ്രവർത്തകർ ഇതേ ടാക്ടിക്സ് തന്നെയാണ് എടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും മാധ്യമങ്ങളുടെ ഈ തള്ളും പൊളിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.